ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ 10 ബേസിക് അല്ല സെൻറ്റൻസുകളാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 10 സെൻറ്റൻസുകളൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ദെൻ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഒന്നാമത്തെ സെൻറ്റൻസ്, നീ എന്നെ വിളിച്ചോ അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചിരുന്നോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? നീ ചെയ്തോ. Did you call me? Did you call me? എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളോട് നീ ഇന്ന കാര്യം ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നീ അവിടെ പോയിരുന്നോ, നീ എന്നെ വിളിച്ചിരുന്നോ, നീ അത് വായിച്ചിരുന്നോ, നീ അത് വാങ്ങിയിരുന്നോ, ഇങ്ങനെയുള്ള ചെയ്തിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡ് യു വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് കേട്ടോ. നെക്സ്റ്റ്, നിനക്കതറിയില്ലേ. ഇതെങ്ങനെ ചോദിക്കാം? ഡോണ്ട് യു know this. Don't you know this? Okay. നിനക്കത് അറിയില്ലേ. Don't you know this? നിനക്കത് അറിയില്ലേ എന്നായിട്ട് don't you എന്ന് തുടങ്ങാം. മൂന്നാമത്തെ സെൻറ്റൻസ്, നീ എന്താണ് തിരയുന്നത്. നമ്മൾ 3 ക്വസ്റ്റ്യൻ ആണല്ലോ കൊടുത്തിട്ടുള്ളത്. നീ എന്താണ് തിരയുന്നത് എങ്ങനെ പറയാം? നീ എന്താണ്, വാട്ട്, എന്ത്. വാട്ട് ആർ യു ലുക്കിംഗ്. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് ചോദിക്കാം കേട്ടോ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. നീ എന്താണ് തിരയുന്നത്, നീ എന്താണ് നോക്കുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നു നമുക്ക് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. നീ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കാം. നീ എപ്പോഴാണ് വന്നത്. എപ്പോൾ, വെൻ. എപ്പോൾ, വെൻ did you come. നീ എപ്പോഴാണ് വന്നത്. when did you come. എന്ന് ചോദിക്കാം കേട്ടോ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഇത് നമുക്ക് പല രീതിയിലും ചോദിക്കാം കേട്ടോ. ഇവിടെ ഞാൻ did you get me എന്നാണ് പറയുന്നത് കേട്ടോ. did you get me. ഓക്കെ, did you get me, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ. ഓക്കെ, did you understand എന്ന് ചോദിക്കാം, അണ്ടർസ്റ്റുഡ് എന്ന് ചോദിക്കാം. ഇങ്ങനെ നമുക്ക് പലതരത്തിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഡിഡ് യു ഗെറ്റ് മീ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാം ഡിഡ് യു ഗെറ്റ് മീ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ, ഞാൻ പറഞ്ഞത് നിനക്ക് കിട്ടിയോ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതായത് നിനക്ക് എന്താണ് ഞാൻ പറഞ്ഞത് കയറിയോ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മളിത് ഡിഡ് യു ഗെറ്റ് മീ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ഇനി അവനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കാം നമുക്ക്. അവനെന്താ കുഴപ്പം, എന്താ അവന് പ്രശ്നം എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം നമുക്ക്? വാട്ട് ഈസ് റോങ് വിത്ത് ഹിം എന്ന് ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് wrong with him. What is wrong with him? അവൻ എന്താ കുഴപ്പം? What is wrong with him? അവൾക്ക് എന്താ ഒരു കുഴപ്പം? What is wrong with her? Okay, നിനക്ക് എന്താ കുഴപ്പം? What is wrong with you? അങ്ങനെ നമുക്ക് ചോദിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്ങനെ പറയാം? I don't think so എന്ന് പറയാം കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം I don't think so. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. തിങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ചിന്തിക്കുക. I don't think so. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നത് സെയിം കേട്ടോ. എനിക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്. ഇതെങ്ങനെ പറയാം? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം I have poor memory. I have poor memory. I have poor memory. എനിക്ക് ഓർമ്മശക്തി വളരെ പുവർ ആണ്. I have poor memory. I have rich memory എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ഓർമ്മശക്തി വളരെ കൂടുതലാണെന്നാണ് കേട്ടോ. ഇവിടെ poor memory ആയതുകൊണ്ട് എനിക്ക് ഓർമ്മശക്തി വളരെ കുറവാണെന്നാണ് അർത്ഥം കേട്ടോ. നീ നിന്റെ വാക്ക് പാലിക്കണം. 9ാമത്തെ സെന്റൻസ് ആട്ടോ. നീ നിന്റെ വാക്ക് പാലിക്കണം. എങ്ങനെ പറയാം നമുക്ക്? യു ഷുഡ്. നീ അങ്ങനെ ചെയ്യണം എന്ന് പറയാനായിട്ട് നമുക്ക് യു ഷുഡ് എന്നാണ് പറയാം കേട്ടോ. സോ നീ നിന്റെ വാക്ക് പാലിക്കണം. യു ഷുഡ് കീപ്പ് ചെയ്യണം. യു ഷുഡ് കീപ് യുവർ വേർഡ്സ് എന്ന് പറയാം അല്ലെ. യു ഷുഡ് കീപ് യുവർ വേർഡ്സ് എന്ന് വെച്ചാൽ നീ നിന്റെ വാക്ക് കീപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ നീ നിന്റെ വാക്ക് പാലിക്കണം എന്ന് കേട്ടോ. ലാസ്റ്റ് സെന്റൻസ്, ഞാൻ ജോലിക്ക് പോകുന്ന വഴിയാണ്. ഇതെങ്ങനെ പറയാം? ഞാൻ ജോലിക്ക് പോകുന്ന വഴിയാണ്. ഐ ആം ഓൺ മൈ വേ. ഐ ആം ഓൺ മൈ വേ. എന്താണ്? ഐ ആം ഓൺ മൈ വേ ടു വർക്ക് എന്ന് പറയാം കേട്ടോ. ഐ ആം ഓൺ മൈ വേ ടു വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുന്ന വഴിയാണ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 10 സെൻറ്റൻസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ. ഒക്കെ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള സെൻറ്റൻസുകളല്ലേ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ 10 സെൻറ്റൻസുകളും നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്